എല്ലാ കൂട്ടുകാർക്കും PSC GK എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 5 കോഡുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ആദ്യമായി റിട്ടുകൾ. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന പദം ആവിർഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതി നൽകുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 ആണ്. പ്രധാനമായും 5 റിട്ടുകൾ ആണ് ഉള്ളത്. റിട്ടുകൾ ഏതൊക്കെയാണെന്ന് കോഡ് രൂപത്തിൽ പഠിക്കാം. കൊപ്രയുമായി സർ ഹേമൻ റിട്ടയർ ചെയ്തു. ഇനി റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോവാറന്റോ, പ്രൊഹിബിഷൻ, സർഷിയോറ്റി, ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്. കോവാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോവാറന്റോ. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറന്റോ. പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അധികാരപരിധി മറികടക്കുകയോ സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. സർഷിയോറ്റി. കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സർഷിയോറ്റി. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി തടവിൽ വച്ചിരിക്കുന്ന വ്യക്തിയെ സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മണ്ടാമസ് എന്ന പദത്തിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു പൊതുസ്ഥാപനത്തെയോ ഒരു ഉദ്യോഗസ്ഥനെയോ അനുശാസിക്കുന്ന റിട്ടാണ് മണ്ടാമസ്. അടുത്തതായി ലോകസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരികൾ ആരെല്ലാമാണെന്ന് കോഡ് രൂപത്തിൽ പഠിക്കാം. ലോകസുന്ദരിയാകാൻ റീത്തയ്ക്ക് ഐഡിയ പ്രിയങ്ക നൽകി. റീത്ത ഫാരിയ. ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് റീത്ത ഫാരിയ. 1966 റീത്ത ഫാരിയ ലോകസുന്ദരി പട്ടം നേടിയത്. ഇവിടെ ഐശ്വര്യ റോയിയെ കാണിക്കുന്നു. 1994 ഐശ്വര്യ റോയ് ലോകസുന്ദരി പട്ടം നേടിയത്. ഡയാന ഹേഡൻ. 1997 ഡയാന ഹേഡൻ ലോകസുന്ദരി പട്ടം നേടിയത്. യുക്താമുഖി. 1999 യുക്താമുഖി ലോകസുന്ദരി പട്ടം നേടിയത്. പ്രിയങ്ക ചോപ്ര. ലോകസുന്ദരി പട്ടം നേടിയ അവസാനത്തെ ഇന്ത്യക്കാരിയാണ് പ്രിയങ്ക ചോപ്ര. 2000 പ്രിയങ്ക ചോപ്ര ലോകസുന്ദരി പട്ടം നേടിയത്. ലോകസുന്ദരി മത്സരത്തിൻ്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് പർപ്പസ് എന്നാണ്. ലോകസുന്ദരി മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച ഏക ഇന്ത്യൻ നഗരം ബാംഗ്ലൂരാണ്. 2015 ലോകസുന്ദരി മത്സരത്തിലെ വിജയി മരിയ ലാൽഗുണ, സ്പെയിൻകാരിയാണിവർ. 2016 ലോകസുന്ദരി മത്സരത്തിലെ വിജയി സ്റ്റീഫാനി ഡെൽവാലെ, പ്യൂട്ടോറിക്കക്കാരിയാണിവർ. അടുത്തതായി ഇന്ത്യയുടെ അന്റാർട്ടിക്കൻ പര്യവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് കോഡ് രൂപത്തിൽ പഠിക്കാം. ഗംഗ, ഭാര്യ. ഗംഗ ദക്ഷിണ ഗംഗോത്രി. മൈത്രി. ഭാര്യ ഭാരതി.
അടുത്തതായി ഗംഗാതീരത്തെ പട്ടണങ്ങൾ ഏതെല്ലാമാണെന്ന് കോഡ് രൂപത്തിൽ പഠിക്കാം. ഗംഗയുടെ പാട്ട് കേട്ട് ഹരിയുടെ കണ്ണിൽ നിന്ന് വരി വരിയായി കണ്ണുനീരല്ലേ വരുന്നത്. ഇവിടെ പാട്ട് പാട്ന, ഹരി ഹരിദ്വാർ, കണ്ണ് കാൺപൂർ, വരി വരി വാരണാസി, അല്ലേ അലഹബാദ്. അടുത്തതായി മാർച്ച് മാസത്തിലെ 4 ദിനങ്ങൾ കോഡ് രൂപത്തിൽ പഠിക്കാം. മാർച്ച് 21 വനത്തിലെ ജലത്തിൽ കുളിക്കാൻ പോയി. കാലാവസ്ഥ മാറിയതിനാൽ TB വന്നു. മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 TB ദിനം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.